പ്രിയപ്പെട്ടവർ, ഇസ്മായിലാണ്, അഹ്ബാബ് ട്രാവൽസ്. ഇന്ന് UAE വിസിറ്റിംഗ് വിസ സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. നമുക്കറിയാം, ജോലി അന്വേഷിച്ച് പ്രയാസപ്പെടുന്നവർ ഏറ്റവും സിമ്പിളായിട്ട് പോവാൻ കഴിയുന്ന ഒരു രാജ്യമാണ് UAE. വിസിറ്റിംഗ് വിസക്കൊക്കെ പോയി കഴിഞ്ഞാൽ 3 മാസമോ 2 മാസമോ 1 മാസത്തൊക്കെ വിസ എടുത്ത് ജോലി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോകും. 2 മാസത്തെ വിസയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ജോലിയായി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് 2 മാസത്തെ വിസക്ക് 10,000 രൂപയുടെ ഉള്ളിലുള്ള ചാർജാണ് ഉള്ളത്. വിസ ഫോർമാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്പോർട്ടിൻ്റെ ഫസ്റ്റ് പേജ് ലാസ്റ്റ് പേജ് ഒരു ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ 2-3 ദിവസം കൊണ്ട് വിസ ഇറങ്ങി ഒരാഴ്ച കൊണ്ട് തന്നെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമാണ് UAE. ദുബായ്, ഷാർജ, അബുദാബി, റാസൽ ഖൈമ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിയർലി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്ന വാർത്ത, ഇത് മുന്നേ ഉള്ള ഒരു കാര്യം തന്നെയാണ്, പക്ഷേ ഇതുവരെ അത് ചോദിക്കാറില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UAE യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ വിസ എടുത്തു പോകുമ്പോൾ എമിഗ്രേഷനിൽ നിന്നും എന്തിനാണ് പോകുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, നിങ്ങൾ ഇവിടെ നിൽക്കാനുള്ള ചിലവഴിക്കാനുള്ള ഫണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടോ, റിട്ടേൺ ടിക്കറ്റ് വാലിഡ് ആണോ, അതേപോലെ തന്നെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തെളിയിക്കാൻ പറ്റിയ എന്തെങ്കിലും രേഖകളുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് വ്യക്തമായിട്ടുള്ള ഉത്തരം കൊടുക്കാൻ പറ്റാത്തവരെ തിരിച്ചയക്കുന്ന സ്ഥിതി ഉണ്ട് എന്നുള്ളതൊക്കെയാണ് കേൾക്കുന്നത്. യാഥാർത്ഥ്യം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ ഏജൻറ്റുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം എനിക്ക് തന്ന ഒരു റീപ്ലൈ ഞാൻ ഇതിൻ്റെ ബാക്കിലായിട്ട് നിങ്ങൾക്ക് കേൾപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ ആളുകൾ ദുബായിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലധികം ആളുകൾ ദുബായിൽ വരുന്നത് കൊണ്ടും മറ്റുമാണ് ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അറിയില്ല. എന്നിരുന്നാലും ഇനി നിയർലി ദുബായിലേക്ക് പോകുന്ന അല്ലെങ്കിൽ UAEയിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ കാര്യമൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വാലിഡ് റിട്ടേൺ ടിക്കറ്റ് വേണമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഹോട്ടൽ വൗച്ചർ വേണം. ഇതൊന്നും ഡെമ്മി അല്ല, ക്ലിയർ ആയിട്ടുള്ളത് വേണം. അതുപോലെ തന്നെ 5000 ദിർഹം കാണിക്കണം അക്കൗണ്ടിൽ എന്ന് പറയുന്നു. അതിനുള്ള കാർഡോ സ്റ്റേറ്റ്മെൻറ്റ് എന്തെങ്കിലും കയ്യിൽ കരുതണം. വ്യക്തമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കാൻ കഴിയണം. എല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രോബ്ലം ആവും എന്നുള്ളതാണ് പറഞ്ഞു കൊണ്ടുവരുന്നത്. ഓക്കെ, എന്തെങ്കിലും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് അറിയേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് അഹ്ബാബ് ട്രാവൽസ് ചെമ്മാടോ, അഹ്ബാബ് ട്രാവൽസ് കൊണ്ടോട്ടിയോ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ട്രാവൽ സംബന്ധമായിട്ടുള്ള നിങ്ങളെ മുഴുവൻ കാര്യങ്ങൾക്കും സർവീസിനും നമസ്കാരം. കുറേ നമ്മൾ സംസാരിച്ചിട്ട് ഒന്നുമില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UAEയിൽ എസ്പെഷ്യലി ദുബായിൽ കണ്ടമാനം ആൾക്കാർ വന്ന് അടിഞ്ഞു കൂടുകയാണ്. കാരണം അവരൊക്കെ ജോലി തേടിപ്പോയി. ചിലർക്ക് ജോലി കിട്ടും, ചിലർക്ക് കിട്ടില്ല. നല്ല താമസ സ്ഥലം ഉണ്ടാവില്ല, ഭക്ഷണം ഉണ്ടാവില്ല, അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ് ഒരുപാട് ആൾക്കാർ. അപ്പോൾ അവരൊരു നിയന്ത്രണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് പോകണത്, എന്തിനാണെന്നുള്ള ആവശ്യങ്ങൾ എന്താ, കാരണം എന്താണെന്നുള്ളത്. മിക്കവർക്കും വ്യക്തമായ ഉത്തരവില്ല. അപ്പോൾ അവരെ പ്രശ്നമാക്കുന്നുണ്ട്. അപ്പോൾ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് അവിടെ കഴിയാനുള്ള ഫണ്ട് കയ്യിലുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് താമസത്തിനുള്ള സംവിധാനങ്ങളുണ്ടോ, നിങ്ങൾ ടൂറിസ്റ്റ് വിസയിലാണ് വരുന്നത്, അപ്പോൾ ടൂറിസം എവിടെയാണ്, എന്ത് ടൂറിസ്റ്റാണ് നിങ്ങൾ എവിടേക്ക്, എന്തൊക്കെയാണ് നിങ്ങളുടെ ഐറ്റിനറി പ്ലാൻ എന്തൊക്കെയാണ് എന്ന് മടങ്ങിപ്പോകും തുടങ്ങിയ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം കൊടുക്കാത്ത ആൾക്കാർക്കാണ് പ്രശ്നം വരുന്നത്. അപ്പം ചില ആൾക്കാരെല്ലാം പിടിച്ചിട്ടുണ്ട്, അവിടെ നിന്ന് പിടിക്കപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ഉത്തരം കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അവരുടെ ടിക്കറ്റ് ഡമ്മി ആയിരുന്നു. അവരടുത്ത് അവിടെ ചിലവിനുള്ള പണമില്ല കയ്യിൽ. പോകുന്ന ആൾക്കാർ സുഹൃത്തുക്കളാണ്, അല്ലെങ്കിൽ അവിടെയാണ് ഇവിടെയാണെന്നെല്ലാം പറയും. ചില ആൾക്കാർ സത്യം പറഞ്ഞ് ജോലി തേടി വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അവർ ടൈറ്റ് ആക്കിയതാണ്. അപ്പം ഇന്ത്യയിൽ മാത്രമല്ല പല രാജ്യങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാർ അവർ അവിടെ നിന്ന് ടൈറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ പ്രശ്നമാക്കുന്നുണ്ട്. കാരണം അവിടെ വന്ന് ജോലി തേടി അലഞ്ഞാണ്. അപ്പോൾ അവർക്ക് അവരെ സംബന്ധിച്ചോളം ഫോറിനേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിൻ്റെ പുറത്തേക്ക് ആൾക്കാർ വന്ന് അടിഞ്ഞതുകൊണ്ട് അവരതിനൊരു നിയന്ത്രണം വെച്ചെന്നുള്ളൂ. ഈ റൂളൊക്കെ ആദ്യമേ ഉള്ളതാണ്. ലോകത്ത് ഏത് രാജ്യത്തേക്ക് നമ്മൾ ട്രാവൽ ചെയ്താലും അവിടെയുള്ള ചിലവിനുള്ള പണവും താമസവും കാര്യങ്ങളും എല്ലാം നമ്മളവിടെ കയ്യിലുണ്ടായിരിക്കണം. നമ്മളവിടെ പ്രൂവ് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അത് നിർബന്ധമായിട്ട് നമ്മൾ കാണിക്കേണ്ടതാണ്. അപ്പം UAEക്കാർ അങ്ങനെ പ്രശ്നമാക്കില്ല. കാരണം അധികം ആൾക്കാരും ബന്ധുക്കളെ സുഹൃത്തുക്കളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയാണ് പോയി വരുന്നത്, എസ്പെഷ്യലി കേരള മലബാർ ഏരിയ. അപ്പോൾ അങ്ങനെ കാര്യമായ കാര്യങ്ങൾ ഉണ്ടാവാറില്ലായിരുന്നു. പക്ഷേ അത് അവരുടെ അവരുടെ കഴിവുകളുടെ അവരുടെ കൺട്രോളിൻ്റെ പുറത്ത് പോയതുകൊണ്ട് അവർ ഇപ്പോൾ ടൈറ്റാക്കി നോക്കുന്നത് മാത്രം. റൂൾ എല്ലായിടത്തും ഉണ്ട്, എല്ലാ കാലവും ഉണ്ട്. ഏതോ കാലത്തുള്ള റൂൾ തന്നെ. കഴിഞ്ഞ കൊല്ലം ഇതുപോലെ തന്നെ ആൾക്കാർ എണ്ണം കൂടുതൽ സമയത്ത് അവർ ടൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അന്നും ഇതേപോലെ തന്നെ കയ്യിൽ ദിർഹം വേണം, ഹോട്ടൽ വൗച്ചർ കാണിക്കണം, മറ്റു കാര്യങ്ങളെല്ലാം അവർ ചോദിച്ചിരുന്നു. ഇല്ലാത്ത ആൾക്കാർ അവർ ഡിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അതാണ് പ്രശ്നം. ഓക്കെ, എല്ലാവരും ഡിപ്പോർട്ട് ചെയ്യുന്നില്ല. അവർ റാൻഡം ചെക്കിംഗ് ആണ്. ചെക്ക് ചെയ്തിട്ട് പ്രശ്നം തോന്നുന്ന ആൾക്കാരെയാണ് അവർ മടക്കുന്നത്. വ്യക്തമായ രേഖകളില്ലാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും പാസഞ്ചറോട് പറയുക, കയ്യിലെ എല്ലാ കാര്യങ്ങളും എല്ലാം കരുതുക. എന്നിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ ട്രാവൽ ചെയ്ത് വരാനുള്ള സംവിധാനം